ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ്, ഇന്നിങ്ങനെ ഒരു വൈകുന്നേര സമയപ്പോൾ ഇങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പാണ് ഇവിടെ ഇങ്ങനെ കളിക്കേട്ടാ. അപ്പോൾ ഇവർക്ക് നാളെ ശിശുദിനാണല്ലേ. നാളെ ശിശുദിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. റോസാപ്പൂവ് ഉണ്ടാക്കലല്ലേ, റോസ് പൂവ് ഉണ്ടാക്കലും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, തൊപ്പിയൊക്കെ ഉണ്ടാക്കണ്ടല്ലേ. നാളെ വൈറ്റ് ഡ്രസ് ഇട്ട് പോകണ്ടേ. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ശിശുദിനാശംസകളില്ലേ. അഡ്വാൻസ് ആയിട്ട് നാളെ പാട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ പൊന്നു മോളുട്ടി, അനിയൻ്റെ മകളാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയാണ്. ഇത് നമ്മളെ പൊന്നു മോനു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നല്ല ഒഴിഞ്ഞ അടിപൊളി നമ്മളെ പഴയ കാലത്തൊക്കെ ഉള്ള മതിലെ ഒഴിഞ്ഞ പറമ്പാണ്. അതിലിങ്ങനെ കളിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ മിഞ്ഞാന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല, അപ്പോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നമ്മുടെ പഴയ രീതിയിലുള്ള ഇവരെ കളി, ഓട്ടം ചാട്ടം ഇതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒഴിഞ്ഞ പറമ്പിലിങ്ങനെ പണ്ടത്തെ കാലത്ത് പൂമ്പാറ്റയെ പോലെ തുള്ളിച്ചാടിയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാ അല്ലേ. ഒരായിരുന്ന അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താ പിന്നെ പാറി നടക്കുകയല്ലോ ഇവിടെ. ചായ കുടിച്ചില്ലല്ലോ സ്കൂളിൽ തന്നിട്ട്? ചായ കുടിക്കണില്ല മോൾട്ടിയെ? ശിശുദിനായിട്ട് എന്താ പറയുള്ളത്? നാളെ വെള്ള ഡ്രസ്സ് ഇട്ട് വേണം, പിന്നെ പൂവുണ്ടെല്ലാം പറയണ സ്കൂൾക്ക്. അപ്പോൾ നാളെ വീഡിയോ എടുക്കണം കേട്ടോ, എങ്ങനെ ഈ പോണെന്നൊക്കെയുള്ള മോഡലൊക്കെ. ഏടാ പൊന്നോ, എന്നോട് എന്താ പറയണേ സ്കൂളിൽ നിന്ന്? നാളെ ഡ്രസ്സ് ചെയ്യാതാ പറഞ്ഞേ. വേറെന്തേലും വേണോ? വേറെന്താ? അല്ല ഡ്രസ്സ് പറഞ്ഞാ എനിക്ക് വല്ല ഡ്രസ്സാ. ഈ പോലെ പൂ പറിക്കാനുള്ള നാളത്തേക്കുള്ള മോനുവാ എന്നാ അത് ഓര് പൈസലാക്കാനേ നടിക്കൂട്ടാ. അത് പറിച്ചാല് അയിമ തേൻ കിട്ടണ്ട്. അത് ഇതൊന്നല്ലേ കിളിൻ്റെ സൗണ്ട് എന്താ രസല്ലേ. എവിടെ ആള്? ഈ വീഡിയോ എടുക്കുക എന്ന് കണ്ടപ്പോൾ അതിൻ്റെ കരച്ചിൽ നിന്നല്ല കണ്ടാ. എടാ കരയടാ. ഇത്രയും സമയം ആള് ഒച്ച ഉണ്ടാക്കിയാണ്, ഇപ്പം കണ്ടില്ല ഇല്ലാതായി. ആളെന്തോ കാര്യമായിട്ട് പേന്നോട്ടത്തിലാട്ടാ. ഇപ്പം കരയിട്ടാ അതാ ഭയങ്കര സൗണ്ടായി തരും. ഇപ്പം ഇല്ലാതായി. പോത്താങ്കിരി അതിൻ്റെ പേര്? പോത്താങ്കിരി അല്ല, പോത്താങ്കിരിയാ മോൾട്ടിയാ. എന്നാ ഇവിടെ സാധാരണ ഇതൊക്കെ വേഗം വെട്ടി ഒഴിവാക്കില്ല. ഇപ്രാവശ്യം നല്ല ഉയരത്തിൽ കാട് വന്നിരിക്കും. ഇതൊക്കെ ഫുള്ള് ഒഴിഞ്ഞ ഭാഗങ്ങൾ ഇപ്പം ഇങ്ങനെ വീടായി വരികയാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോകട്ടാ. ആ കിളിക്കാരനില്ല. അപ്പൊ ഇന്നത്തെ ചായക്കടി പഴംപൊരിയാണ് കേട്ടോ. ഇന്നത്തെ ചായക്കടി എന്ന് വെച്ചാല് പഴംപൊരി. അതായത് ഇത് ഇപ്പൊ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മാവ് ശരിക്കും ഒരു മെഷീനിൽ ഇങ്ങനെ കറങ്ങോണ്ട് കേട്ടാ. മെഷീൻ ഇങ്ങനെ കറക്കുന്നുണ്ട്. മെഷീൻ അതാണ് ഡയറക്റ്റ് എടുക്കാത്തത്. അപ്പൊ ശരിക്കുള്ള മെഷീൻ ഇതാണ്. ശരിക്ക് മൈദ മാത്രം. അത് വേറെ എന്താ കൂട്ടിയാ കളർ കണ്ടിട്ട് തോന്നാ? അരിപ്പൊടി കൂട്ടിയാ? മഞ്ഞപ്പൊടി, അരിപ്പൊടി, കുറച്ച് ഉപ്പ്, പഞ്ചസാര ഇടൂല. അപ്പൊ ഇന്നത്തെ ഐറ്റംസ് പഴംപൊരിയാണ്. ഇവിടെ മാളുവിന്റെ പരിന്ന് കുറച്ച് കൂടുന്നാണ്. ഇഷ്ടംപോലെ പഴണ്ട് ഇവിടെ ഇട്ടതാ. മാള് ഇവിടെ തകർത്തുകൊണ്ട് കേട്ട പഴംപൊരി, വലിയ പഴംപൊരി കേട്ടാ. കേട്ടില്ലേ? കുറേ ദിവസമായി പഴംപൊരി ഉണ്ടാക്കണം നടത്തി തുടങ്ങിയിട്ടേക്കാ. വേണ്ടിയില്ലേ? നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയ മാവാണല്ലേ. ആദ്യം ഉണ്ടാക്കി വെച്ചൊന്നല്ല. അപ്പൊ ഇനിയിപ്പോ നേരമായി. ചായ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മുണ്ടിട്ടേ അപ്പൊ ഇനി എല്ലാവരും മാരേജ് കഴിച്ച് എന്നിട്ട് നമുക്ക് നേരെ ചായ കുടിക്കല്ലേ. നേരം വൈകി ഉണ്ടാക്കാൻ
പക്ഷെ മൈദ ആദ്യം കൊടുന്നിങ്ങനെ ഞാൻ ആദ്യം ഉണ്ടാക്കി പോയിന്ന്. മൈദ കൊണ്ടുവരാൻ വൈകി. മൈദ കൊടുന്നില്ല. അപ്പൊ ഞാൻ എന്താ ഇട്ടാ? ഇപ്പൊ ഏതായാലും ആയല്ലോ. മൈദ കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഗോതമ്പ് പൊടി ഇട്ട് ഗോതമ്പൊടി അരിപ്പൊടിയും കൂട്ടിക്കണ തോന വായിക്കണ്ടേനു. ഒരു സ്ഥലത്തുനിന്ന് പഴം കുറച്ച് തോന കൊടുത്തിരുന്നു കിട്ടീന്ന്. അപ്പൊ ഒരു സ്ഥലത്ത് കൊടുത്തേന്ന്. അവര് ഫ്രണ്ട് കൊടുത്തേന്ന്. അവരുടെ വീട്ടിലുണ്ടായ വായിക്കാനല്ല. അപ്പൊ അങ്ങനെ അത് ഉച്ചക്ക് ചോറ് ഓരോരുത്തരും 3 ചോറ് ഓരോരുത്തര് പറഞ്ഞ ആരറിയോ ചോറ് തിന്നാണ് ഞാൻ അവിടെ പോയി കിടന്നീന്ന്. അപ്പണ്ട് ഒരൊട്ടൊരു വായക്കെടുത്ത് കാണാന്നാണ് തിന്നണത്. ഞങ്ങളിപ്പോ ചോറ് തിന്നിട്ടല്ലോ ഈ പായം തിന്നേനെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തിന്ന് 3-മട്ട് വന്നത് തിന്നിട്ട് പോയി നിന്റെ തൊള്ളിക്ക് തരുന്നത് എന്താ വെച്ചാ തൊളിച്ചിട്ട് തിന്നിട്ട് പോണി 2 മനസ്സിലായിക്കണേ മടുത്തിട്ട് എന്താ ചെയ്തേക്കണേ പൗതിന്റെ തൊള്ളി ഒന്ന് അപ്പൊ എന്താ സംഭവം എന്നറിയോ? എന്താ ഐഡിയ കൊതി കൂടിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ കൊതി ഒരു കഷ്ണം തൊള്ളിപ്പെട്ട കൊതി വിടൂല. എനിക്കിഷ്ടല്ല അങ്ങനെ ചോറിന്റെ മേലൊന്നും വായിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗേസ്. ഇന്ന് പഴം പൊരിച്ച് ചായ കുടിക്കുകയാണ്. കുഞ്ഞുട്ടി വന്നിട്ടുണ്ട് കുട്ടാട്ടത്തെ. വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഇന്നലെ വീലൊക്കെ അയച്ചിന്നിപ്പോൾ അതിന്റെ എന്താണ് സിലിണ്ടറൊക്കെ കൊടുന്ന് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാരും കൂടി ഇപ്പൊ ചായ അടിച്ചു. അവൻ ഇനിയിപ്പോ ചോറിനാ കുറച്ച് വൈകൂലേ? ചോറ് തിന്നൂലെന്നേ പോയി ഓടുന്നേ. ചായനുള്ളൂ. നേരം 7 മണി നേരത്തെ ഈ പഴംപൊരി ചായ കുടിച്ച് എന്തിനു ചോറുന്നേ? ഇന്നെ ആ ഒരു പണി ലാഭിച്ചൂടെ കൂട്ടാണ്ടാക്കാണ്ട്. ഞാൻ ഐഡിയപരമായി നീങ്ങ എന്താ ചെയ്യാ ഈ ഞാൻ അതിനെ പറഞ്ഞാണ് ഇന്ന് ചോറില്ല കേട്ടാ, ഈ പഴംപൊരി മാത്രമേ ഉള്ളൂ കേട്ടാന്ന്. അപ്പൊ ഇതിനെന്താ അറിയോ, വൈകുന്നേരം ചായ വെച്ചാലോ അന്തിപ്പട്ടിനിക്ക് എന്തെങ്കിലും തിന്നണം എന്നറിയാം. നിങ്ങൾ അന്തിപ്പട്ടിനി ചിലപ്പോ അങ്ങനെ തിന്നണ്ടാന്നറിഞ്ഞാല് മോനോ പട്ടിണി എന്നിട്ടാ. പട്ടിണി ഒന്നും ഈ പഴംപൊരി നിറച്ച് തിന്നുകാണ്ട് കെടുക്കാണ്. പോയി പണി നോക്കി ഞാൻ ഫുഡ് നിന്നാണ് വീർത്തുകാണ്ട് എന്റെ കൂടെ നടക്കണ്ട. ഞാൻ എവിടെ വീർത്തിക്കണേ ഗുണ്ടുപണിയോ? ഞാൻ തടി കുറക്കാൻ നോക്കുക. നിങ്ങൾ തടി കൂടെ താടിയല്ലേ വേണ്ടത് മോളോ? തടിയൊന്നും വേണ്ട. ഇടത്തേക്ക് ഡോണ്ട് ടച്ച് മോനോ. ഇത് നിസ്കരിച്ചാ അപ്പോ ഇനിയിപ്പോ കടി ചായക്കായില്ലേ? ഈ വീഡിയോ എന്റെ പേരില്ലേ? ഇന്ന് ചെറിയ ഇങ്ങനത്തെ വീഡിയോ ആണുള്ളൂട്ടാ. അപ്പൊ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇല്ലാന്നാലും പറ്റുള്ളൂ. പിന്നെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളെ കൊതി ഞങ്ങൾക്ക് കൂടും. അങ്ങനെ നില കാണിക്കണില്ല. അതെ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാട്ടിട്ട് അതിനിപ്പോ ചെലവൊന്നുമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എഴുതണം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാട്ടി. പിന്നെ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പ്ലീസ് സപ്പോർട്ട്. മോനോ അപ്പോ വൈൻഡ് അപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോ. അപ്പൊ എല്ലാവരും ഇതാ പഴംപൊരി തിന്ന് കഴിഞ്ഞതാ. ഞാനൊരു പ്ലേറ്റ് കൊണ്ടുവരാണ്ട്. ഇതാണ് എന്റെ ആങ്ങള, എന്റെ കുഞ്ഞുട്ടി. അത് കാണാത്തവർക്ക് തട്ടാ. ഇതിന്റെ കുഞ്ഞേമു യൂണിഫോമിന്റെ പാൻറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതാ കുഞ്ഞുട്ടിന്റെ ഡൂബിൾ ചെയ്തേക്കണേ. ലാസ്റ്റ്